വചനസാരം വചനസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനസാരത്തിൻ്റെ ഒരു പുതിയ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ഒക്ടോബർ 2-ാം തീയതി ഇന്ന് ആഗോള കത്തോലിക്ക തിരുസഭ കാവൽ മാലാഖമാരുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ, അതുപോലെ തന്നെ 10-ാമത്തെ തിരുവചനവും. ഇന്നത്തെ സുവിശേഷത്തില് ഈശോയുടെ ശിഷ്യന്മാർ ഒന്ന് ചോദിക്കുകയാണ്, ആരാണ് സ്വർഗ്ഗരാജ്യത്തിലെ വലിയവൻ? അപ്പോൾ ഈശോ ഒരു ശിശുവിനെ അവിടെ മതി നിർത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ മനസ്തിരിഞ്ഞ ശിശുക്കളെ പോലെ ആവുന്നില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാവുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിലെ വലിയവൻ. എന്നിട്ട് ഈശോ പറയുകയാണ്, ആരെയും നിന്ദിക്കരുത്, കാരണം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ അവിടുത്തെ മുഖം കാണുകയും ചെയ്യുന്നുണ്ട് എന്ന് ഈശോ പറയുകയാണ്. മാലാഖമാരെക്കുറിച്ചും പ്രത്യേകിച്ച് കാവൽ മാലാഖമാരെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ വളരെ പ്രാധാന്യമുള്ളവരാണ് മാലാഖമാർ. അവർ ദൈവത്തിൻ്റെ സന്ദേശവാഹകരും ദൈവത്തിൻ്റെ സഹായം നമ്മളിലേക്ക് എത്തിച്ചേരുന്നവരുമാണ്. അതുപോലെ തന്നെ നമ്മളെ ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് ദൈവം നമുക്ക് കാവൽ മാലാഖമാരെ തന്നിട്ടുണ്ട് എന്ന് നമ്മുടെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുകയാണ്. പല രൂപത്തിൽ പല ഭാവത്തിൽ അവർ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് തിരിച്ചറിയുക. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ഒരു വാർത്ത കേട്ടിരുന്നു. കൊല്ലത്തുള്ള ബിജിത് ലാൽ എന്ന ഒരു ബസ് കണ്ടക്ടർ ആ ബസ്സിൽ കയറിയ ഒരാൾ വീഴാൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അയാളെ കൈ പിടിച്ച് മരണത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രക്ഷിക്കുന്ന വാർത്ത. ഈ വാർത്തയിൽ ബിജിത് ലാൽ ശരിക്കും പ്രവർത്തിച്ചത് ഒരു കാവൽമാലാഖയെ പോലെ തന്നെയാണ്. ഒരു അപകടത്ത് വരുമ്പോൾ, ഒരാപത്ത് വരുമ്പോൾ നമ്മളെ കാത്തുരക്ഷിക്കാനായിട്ട് ദൈവത്തിൻ്റെ കരം പോലെ ചിലരെങ്കിലും ദൈവം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ കാവൽമാലാഖമാരെ പോലെയുള്ള ആളുകളെ നമുക്ക് ഇന്ന് അനുസ്മരിക്കാം. നമ്മളെ പാപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും കാത്തുരക്ഷിച്ചുകൊണ്ട് വീണു പോകാതെ മുന്നോട്ട് നയിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് ഇന്നത്തെ ഈ കാവൽ മാലാഖമാരുടെ തിരുനാൾ. കാവൽ മാലാഖമാരെ ആദരിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുക എന്നുള്ളത് ക്രൈസ്തവ വിശ്വാസികളായ നമ്മുടെ കടമയാണ്. നമ്മുടെ ജീവിതത്തിലെ തിരക്കുപിടിച്ച സാഹചര്യങ്ങളിൽ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ കാവൽ മാലാഖമാരെ അനുസ്മരിക്കാതിരിക്കുകയും അവർക്ക് നന്ദി പറയാതിരിക്കുകയും ചെയ്ത നിമിഷങ്ങളോ ദിവസങ്ങളോ ഉണ്ടായെങ്കിൽ ഈ ദിവസം എല്ലാത്തിനും ചേർത്ത് നന്ദി പറയുവാനും തുടർന്നുള്ള ദിവസങ്ങളിൽ എൻ്റെ കാവൽ മാലാഖയെ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവസരമാണ് ഈ തിരുനാൾ നമുക്ക് തരുന്നത്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ അപകടങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടി കാവൽ മാലാഖമാരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനസാരം വചനസാരം.